വിഷ്ണുവിന്റെ അമ്മയല്ലേ? ഓക്കെ ആൻറ്റി. എനിക്ക് വിഷ്ണുവിനെ ഭയങ്കര ഇഷ്ടമാണ് ആൻറ്റി. എങ്ങനെ പരിചയം നിനക്ക്? He is such a cute guy. I know him very well, ആൻറ്റി. ആൻറ്റി, എനിക്ക് അവനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ പേര് തങ്ക. ഞാൻ എൻ്റെ നാട് ചുരുളി. കൊള്ളാം. വേലയും കൂലിയും ഇല്ലാതെ ചുമ്മാ തെണ്ടി നടക്കണ മക്കളെയൊക്കെ സ്നേഹിച്ചാൽ നന്നായിരിക്കും. നിങ്ങൾക്കൊക്കെ ഒരു ഭാവി ഉണ്ടാവണ്ടേ കൊച്ചുങ്ങളെ? നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇറങ്ങിയ ഒരു തൊഴിലില്ലാത്ത ചെറുക്കനെയൊക്കെ സ്നേഹിക്കാൻ നടക്കണത്. എനിക്ക് ത്രിപുരം അച്ഛൻ എൻ്റെ പെൻഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ജീവിക്കണത്. അതിൽ കൂടെ പങ്ക് ചേർന്നാണ് അവനും കൂടെ നടക്കണം. അല്ല ഒരു ജോലിക്കും പോണില്ല, കൂലിയും ഇല്ല, പോയാലേ ഇല്ല. ആൻറ്റി ഭയങ്കര ഇഷ്ടമാണ്. ഐ നോ ഹിം വെരി വെൽ ആൻറ്റി. പ്ലീസ് അക്സെപ്റ്റ് അസ്. പ്ലീസ് ആൻറ്റി, പ്ലീസ്. ഞാൻ ബെഗ് ചെയ്യുന്നു ആൻറ്റി. അവനെ ഞാൻ നോക്കും ആൻറ്റി. ആൻറ്റിയുടെ പെൻഷനിൽ ഞാനും അവനും ജീവിക്കും ആൻറ്റി. അങ്കിളിൻ്റെ പെൻഷൻ ആൻറ്റി കിട്ടില്ലേ? അതുകൊണ്ട് ഞങ്ങൾ അവർക്ക് ജീവിച്ചോളൂ ആൻറ്റി. ആൻറ്റി ഒന്നുകൊണ്ട് വറി ചെയ്യണ്ട ആൻറ്റി. എവിടെയെങ്കിലും ഞങ്ങൾ ആക്കാം. ഞങ്ങൾ എന്നിട്ട് ആ വീട്ടിൽ നന്നായിട്ട് വെക്കാം. എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും മമ്മിയുടെ മമ്മിക്കും എല്ലാവർക്കും അവനെ ഭയങ്കര ഇഷ്ടമാണ് ആൻറ്റി. പ്ലീസ്. അവൻ എപ്പോഴായാലും എൻ്റെ കൂടെ ഇറങ്ങി വരാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ആൻറ്റി. ജോലിക്കും പോവില്ല എന്നറിയില്ല അദ്ദേഹം. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൻറ്റി. ആൻറ്റി ഒന്ന് സപ്പോർട്ട് ചെയ്യാവോ എൻ്റെ കാര്യത്തിൽ? അവനെ എൻ്റെ കുടുംബത്തിൽ നിന്ന് അടിച്ചിറക്കാൻ ഞാൻ ഇരിക്കണം. വെറും നല്ല വിലാദികള്. വേറെ എൻ്റെ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് അത്രയും കളഞ്ഞിട്ട് വരണത് എങ്ങനെയാണ്? ഈ ഒരു നാറിയെ നിനക്ക് കിട്ടുള്ള, വേറെ പിള്ളേരെയൊന്നും കിട്ടിയില്ലേ എനിക്ക്. കൊള്ള നന്നായിരിക്കും തന്നെ. നിന്നൊരു പെങ്കൊച്ച് വിളിച്ചിരുന്ന നിന്നെ പറ്റി ഞാൻ പൊക്കിയൊക്കെ പറഞ്ഞു കൊടുത്ത്. അത്രയല്ലേ എന്നെ കൊണ്ട് പറയാൻ പറ്റുള്ളൂ. അടിച്ച് ചെത്തക്കൊമ്പി കയറ്റി കൊടുത്തു. നീ നല്ല സ്വഭാവമുള്ള കൊച്ചാണ്, നല്ല മര്യാദയുള്ള കൊച്ചാണ്. നിനക്ക് സ്നേഹിക്കാൻ തോന്നിയത് ഭാഗ്യമായി എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു കേട്ടോ. എന്നെ കൊണ്ട് പറയാൻ പറ്റണതല്ലേ ഞാൻ പറയാൻ പറ്റുള്ളൂ. പറഞ്ഞു കയറ്റി കൊടുത്തല്ലേ? നല്ലപോലെ പറഞ്ഞു. അപ്പൊ എന്തൊരു ആശ്വാസം കിട്ടി? അല്പാശ്വാസം സ്വല്പ നേരം. അപ്പൊ ഒരു പ്രാവശ്യം കൂടെ ചോദിക്കുന്നു, ഇതോടുകൂടി നിർത്തിക്കോളാം. അങ്ങനെ പെങ്കൊച്ചി വിളിച്ച എന്റെ അവസ്ഥ ഇത് കൊള്ളാം.